ചോദ്യഭാഗം ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഇത്തരം സന്ദേശങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് പള്ളിക്കകത്തോ നിങ്ങൾ കൂടി വരുന്ന ഏതെങ്കിലും വീടിനുള്ളിലോ ഇരുന്ന് പ്രസംഗിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന പല വിധത്തിലുള്ള ആളുകളെ ഞങ്ങൾ ഞങ്ങളുടെ യാത്രയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് സത്യസന്ധമായ കാര്യമാണ്. പക്ഷേ നിങ്ങൾ അറിയേണ്ട പരമാർത്ഥമായ ഒരു കാര്യം പറയണ്ടേ, എന്തിനാൽ ഇതുപോലെ തെരുവോരങ്ങളിൽ ഇങ്ങനെ പരസ്യ പ്രസംഗം നടത്തുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വാക്യമാണ് ഞങ്ങൾക്ക് ബലം പകരുന്നത്. എന്താണ് ആ വാക്യം? അവനെ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തം നൽകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ ആ തിരുവഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്: അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തം നൽകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചെടുക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സഭാപക്ഷപാതം ചെയ്യുന്ന ഞങ്ങളുടെ ആത്മനാഥനെ പരസ്യമായിട്ടാണ് ക്രൂശിൽ പകരപ്പെട്ടതെങ്കിൽ ഞങ്ങൾ അവനെയും ഞങ്ങൾക്ക് ആയുസ്സുള്ള കാലത്തോളം ഞങ്ങൾ അവനെ പരസ്യമായി പ്രസംഗിക്കുമെന്നത് ഞങ്ങളുടെ ഏകപക്ഷീയമല്ല, ഞങ്ങളുടെ ആത്മാർത്ഥമായ ആത്മീക ബോധോദയമാണ്. ആ യേശുനാഥൻ ഏതെങ്കിലും ഒളിവിടങ്ങളിലാണ് മരിച്ചെടുക്കപ്പെട്ടതെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒളിവിടങ്ങളിൽ പ്രസംഗിച്ചാണ് അവൻ മാനവജാതിക്ക് മുഴുവനായി പരസ്യമായി തകർക്കപ്പെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് ആയുസ്സുള്ള കാലത്തോളം ഞങ്ങൾ അവനെ പരസ്യമായി ഉയർന്നു. എന്റെ സഹോദരങ്ങളെ, ഈ സന്ദേശത്തിന്റെ പ്രത്യേകത എന്താണ്? നിലയ്ക്കലും നിലമേലും നീലമാമോഹും നീലമുട്ടമടക്കമുള്ള വേദികളിലും പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം പകരുന്ന സന്ദേശമാണ് സുവിശേഷത്തിന്റെ സന്ദേശം എന്നുള്ളത്. കാരണം എന്തെന്നറിയണ്ടേ, ആളുകളെ നന്നായിട്ട് മാറ്റിമറിച്ച് ഒരു അനുഗ്രഹീതമായ സന്ദേശമാണ്. നാലാള് കൂടുന്ന ഏത് നാൽക്കവലിയിലും, മൂന്നാള് കൂടുന്ന ഏത് മുക്കവലിയിലും, ഇരാള് കൂടുന്ന ഏത് ഇരുക്കവലിയിലും സധൈര്യം പ്രസ്താവിക്കാൻ കൊള്ളുന്ന ഒരു അനുഗ്രഹീതമായ സന്ദേശമാണ് സുവിശേഷത്തിന്റെ സന്ദേശം എന്നുള്ളത്. കാരണം അറിയണ്ടേ, ഞാൻ പലഘട്ടങ്ങളിലും പറയാനുള്ള സന്ദർഭം പറയട്ടെ. ഈ 4 വഴിക്കാട്ടിൽ നമ്മുടെ 4 വഴിപ്പാതയിൽ കൂടി 4 വയസ്സുകാരിക്കും 40 വയസ്സുകാരിക്കും നമ്മുടെ 4 വഴിപ്പാതയിൽ കൂടി സഞ്ചരിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു ദുഷ്ടത നിറഞ്ഞ കാലമാണ്. 6 വയസ്സുകാരിക്കും 60 വയസ്സുകാരിക്കും നമ്മുടെ 6 വഴിപ്പാതയിൽ 6 മണിക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് മാവേലിക്കരയിൽ ഇങ്ങനെയൊരു പ്രസംഗം നടത്തിയപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, സാക്ഷരതയുള്ള കേരളം, സുന്ദര കേരളം, സമഗ്ര കേരളത്തിൽ 6 വയസ്സുകാരിക്ക് ഈ 6 മണിക്ക് പാതയോടൊന്നുകൂടെ സഞ്ചരിക്കാൻ പറ്റുകയില്ലയോ എന്ന് ഇങ്ങനെ ചോദിച്ചത് കേൾക്കാൻ കഴിയുന്നത്. എന്റെ സഹോദരങ്ങളെ, നിങ്ങളറിയേണ്ട പരമാർത്ഥമായും സത്യം പറയണ്ടേ, ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പാണ് പുണ്യപ്പള്ളി നട്ടുച്ചയ്ക്കാവുന്ന ഒരു 6 വയസ്സുകാരിയെ ഒരു കുടുംബം തട്ടിക്കൊണ്ടുപോയത്. എന്ന് വെച്ചാൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടുണ്ട്, സ്വാതന്ത്ര്യം വിധിക്കപ്പെടുന്ന നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയാണ് ഇതുപോലെയുള്ള സുവിശേഷ സന്ദേശത്തിന്റെ പ്രാധാന്യം എന്നുള്ളത്. കാരണം എന്താ പറയണ്ടേ, വിശുദ്ധ ബൈബിളിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏതേത് പുസ്തകങ്ങൾ പരിശോധിച്ചാലും, ഏതേത് രാഷ്ട്രീയ മീമാംസകൾ പരിശോധിച്ചാലും, ഏതേത് തത്വശാസ്ത്രങ്ങൾ പരിശോധിച്ചാലും എല്ലാം കാലത്തിന്റെ ചരിത്രത്തിന്റെ ഇടനാഴികളിൽ കാലഹരണം ചെയ്യപ്പെട്ടു പോകുന്നു. കാലം എത്രയേറെ പുണ്യപ്പെട്ട് ഇതുവരെ തിരുത്തൽ വരാതെ മാനവജാതി ഒന്നതെന്ന് തിരുത്തിക്കൊണ്ട് ഉലകത്തിന്റെ നിറകിൽ ചൈത്രയാത്ര തുടർന്ന് ഒരൊറ്റ സന്ദേശമല്ല, അത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഫലതായ സന്ദേശമാണ്. എന്റെ സഹോദരങ്ങളെ, ഈ ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇന്ത്യ ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന മഹത്തായ രാജ്യം എന്നുള്ളത്. ഈ രാജ്യത്തിന് ഒരു മഹത്വകരമായ ഒരു ഭരണഘടനയുണ്ട്. ഈ ഭരണഘടന സമൃദ്ധമാണ്. കോടതികളിലും നീതി പുലരുന്ന നീതിന്യായ വിധികൾ ന്യായ കോടതികളിലൊക്കെ നീതി പുലരട്ടെ എന്ന ആശംസകൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ചില വിധികളോട് വിയോജിപ്പുകളുണ്ടെങ്കിലും എല്ലായിടങ്ങളിലും നീതി പുലരട്ടെ എന്ന പ്രാർത്ഥനയാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ നിങ്ങളറിയേണ്ട സന്ദേശം പറയട്ടെ, ഇന്ത്യൻ ഭരണഘടന ഈ 7 പേരുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടതാണ്. ഡോക്ടർ ബി.ആർ. അംബേദ്കറാണ് ചെയർമാൻ. മുഹമ്മദ് സാബി അയ്യനും ഗോപാലസ്വാമി അയ്യങ്ങളും K.M. മുൻഷിയും T. കൃഷ്ണമഞ്ചേരിയും അടക്കമുള്ള ഗോപാലസ്വാമി അയ്യങ്ങൾ അടക്കമുള്ള 7 പേരുടെ രൂപീകരിക്കപ്പെട്ട
1947 ഇന്ത്യൻ ഭരണഘടന 2 വർഷവും 11 മാസവും 18 ദിവസം കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ, കാലം പുരോഗമിക്കുമ്പോൾ, സംസ്കാരാനുസൃതമായി മുന്നോട്ട് പോകുമ്പോൾ പല ഭരണഘടനയിലും നിയമങ്ങൾക്കും ഭേദഗതി വരുത്താറുണ്ട്. രാജ്യസഭയും ലോക്സഭയും ഒന്നതെണ്ണം ചേർന്നുകൊണ്ട് പലഘട്ടങ്ങളിലും ബില്ല് പാസാക്കാറുണ്ട്. അത് അമൻമെന്റാണ്, ഭേദഗതിയാണ്. കാലാനുസൃതമായ ജീവിതയാത്രയിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പോലെ ചില ഭേദഗതികൾ, തിരുത്തലുകൾ വരുത്തുമ്പോൾ കാലമിത്രയേറെ തിരുത്തിട്ടും തിരുത്തൽ വരാതെ മാനവജാതി ഒന്നടങ്കം തിരുത്തിയിട്ടുണ്ട്. ഉദയത്തിന്റെ നിറകയിലെല്ലാം അധീനമായി വാഴുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ ഞങ്ങൾ ഉറക്കം പ്രഖ്യാപിക്കുന്ന വിശുദ്ധ വേദപുസ്തകം അതിന്റെ കാലനായകനാകുന്ന യേശുക്രിസ്തുവിന്റെ സന്ദേശമാണ്. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ അറിയണ്ടേ, കിഴക്കന്റെ പ്രമാണത്തിൽ സൂര്യോദയം കണ്ടനന്തരം വീടിന്റെ അന്തരത്തിൽ വന്നു വീഴുന്ന പത്രമാധ്യമത്താലുകൾ പരിശോധിച്ചാൽ അത് മാതൃഭൂമിയും മനോരമയും മംഗളവും കേരളകൗമുദിയും എന്നൊക്കെ പത്രമാധ്യമത്താലുകൾ പരിശോധിച്ച് അന്ന് നമ്മുടെ വീടിനുള്ളിലുള്ള TV മുതലായ സോഷ്യൽ മീഡിയകൾ പരിശോധിച്ചാൽ എന്തെന്ന് പ്രശ്നങ്ങൾ കൊണ്ട് കലുഷിതമാണ്, എന്നമറ്റ കൊലപാതക പരമ്പരകൾ കൊണ്ട്, എന്നമറ്റ ആക്രമണ പരമ്പരകൾ കൊണ്ട്, എന്നമറ്റ പീഡന പരമ്പരകൾ കൊണ്ട് നാട്ടിൽ അരക്ഷിതാവസ്ഥ വരുമ്പോൾ, നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇന്ന് ഈ കവലയിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ മുഖ്യ പ്രമേയമെന്നുള്ളത് എല്ലാവരെയും നന്നാക്കിയെടുക്കുന്ന ഒരു സമൂലമായ മാർഗമാണ്. എന്നതൊക്കെ നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റിയ മാർഗം, എന്നതൊക്കെ കൊലപാതകന്മാരെ കുഞ്ഞാടികളാക്കി മാറ്റിയ മാർഗം, എന്നതൊക്കെ ഉപദ്രവകാരികളെ ഉപകാരികളാക്കി മാറ്റിയ മാർഗം, എന്നതൊക്കെ പല പ്രതികളെ പരോപകാരികളാക്കി മാറ്റിയ മാർഗം ഉലകത്തിന്റെ നെറുകയിൽ ഒന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സമയത്ത് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്ന സുവിശേഷം മാത്രമാണ്. മത്തിയും മയക്കുമരുന്നുകൊണ്ട് അവയുടെ വിളനിലമായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരൊക്കെ നന്നാക്കാൻ ഇവിടെ പോലീസ് അധികാരികളുണ്ടല്ലോ, ഡി-അഡിക്ഷൻ സെന്ററുകളുണ്ടല്ലോ, ഉന്നതമായ പഠനശിലാ കേന്ദ്രങ്ങളുണ്ടല്ലോ. ഇവയൊക്കെ ഉണ്ടായിട്ട് നിങ്ങളെ പോലെയുള്ള പ്രസംഗത്തിന്റെ പ്രസക്തി എന്തെന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞങ്ങൾ അർദ്ധശങ്കത്തിടയില്ലാതെ പറയട്ടെ. പോലീസ് അധികാരികളും ഭരണശിലാ കേന്ദ്രങ്ങളും ഉന്നതമായ ബ്യൂറോക്രസികളുമൊക്കെ ഇന്നലത്തെ മലയത്ത് പൊട്ടിമറിച്ചതല്ല. കേരളക്കര അല്ലെങ്കിൽ മലയാളക്കര ഓർമ്മ വെച്ച കാലം മുതലേ അവയെല്ലാം ഇവിടെയുണ്ട്. പക്ഷെ അവർക്കൊന്നും മനുഷ്യനെ പലതായ മാറ്റം വരുത്താൻ കഴിയാതെ അമ്മെ പരാജയപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ ഇന്ന് ഈ കവലയിൽ ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കട്ടെ, ഇവിടെ കൂടപ്പെട്ട പലരെയും എനിക്ക് മുമ്പുള്ള കവലയിൽ പ്രസംഗിച്ച് ഉണ്ണികൃഷ്ണനെന്ന് ആ മനുഷ്യനെയും എന്നോടൊപ്പം ഇവിടെ നിൽക്കുന്ന ES തോമസ് ആണെന്ന് അനുഗ്രഹിതനായ കർത്തദാസനെയും ഇവിടെ കൂടെ നിൽക്കുന്ന ജോൺസണടക്കമുണ്ട് ഞങ്ങളെ എല്ലാം മാറ്റിമറിച്ചൊരു സന്ദേശമുണ്ടെങ്കിൽ അത് സുവിശേഷത്തിന്റെ സന്ദേശമാണ്. ഇവിടെ മതവർഗീയവാദികളും മതമൗലികവാദികളും അവരുടെ രക്തം കെട്ടപിടിച്ച ഘട്ടങ്ങളുമായി ഉറഞ്ഞു മുങ്ങിയപ്പോൾ ഇവിടെ സമാധാനമുണ്ടായിട്ടില്ല, ഇവിടെ സ്വാതന്ത്ര്യമുണ്ടായിട്ടില്ല. പിന്നെയുണ്ടായത് പഞ്ചാബിലെ ഖാലിസ്ഥാനോ അങ്ങേ ജമ്മു കാശ്മീരിലെ വിമോചന മുന്നണിയോ പശ്ചിമ ബംഗാളിലെ ഗുർഖാനടക്കമുള്ള ആസാമിലെ ബോഡോയോ അങ്ങ് ആന്ധ്രയിലെ തെലങ്കാനയും സീമാന്ധ്രയും മഹാരാഷ്ട്രയിലെ വിദർഭവാദവും ഗുജറാത്തിലെ വഡോദരയടക്കമുള്ള കേരളത്തിലെ നിലത്തിലും മാറാടും കുണ്ടറയടക്കമുള്ള ഉത്തർപ്രദേശിലെ മുസാഫിറടക്കമുള്ള എന്നമറ്റ രക്തരക്ഷിത കലഹങ്ങൾ ഈ നാട്ടിൽ സൃഷ്ടിച്ചപ്പോൾ ഞങ്ങൾ ഉയർത്തുന്ന സന്ദേശമെന്നത് കാൽവരിയിൽ ഞങ്ങളുടെ അരിമനാഥം തകരപ്പെട്ടു. ആ തകർക്കപ്പെട്ട രക്തത്താൽ മാനവജാതിക്കുണ്ടായത് അങ്ങ് അസമാധാനമല്ല, സമാധാനമാണ്. എന്റെ പ്രിയരെ, ഈ പാപത്തിനതീതമായ ശരീരത്തിലുള്ള ആർക്കും നമ്മെ വിധിക്കാൻ കഴിയും. ആളുകൾ പറയാറുണ്ട് നിങ്ങളുടെ പ്രസംഗത്തിൽ ഉരുത്തിരിയുന്ന ആശയമാണ് പാപമെന്നുള്ളത്. ഞങ്ങളാരും ഭാവികളല്ല എന്ന്. എന്റെ സഹോദരൻ, എല്ലാ മനുഷ്യരും ഭാവിയാണ് കേട്ടോ, സംശയമൊന്നുമില്ല. എല്ലാ മനുഷ്യരും ഭാവിയാണ്. ഞാനൊരു ഉദാഹരണം എല്ലാ കവലകളിലും പ്രസംഗിക്കാറുണ്ട്. ഈ നിലയ്ക്കുള്ള കവലയിലും ഞാനത് പ്രസംഗിക്കുകയാണ്. ഈ കവലയെന്ന ഈ നിലത്തെ ദേശത്ത് ഒരു 5 മൂർഖം പാമ്പുണ്ടെന്നിരിക്കുന്നത്. 5 മൂർഖം പാമ്പ്. പാമ്പിന്റെ ഉള്ളിൽ വിഷമുണ്ട്. പാമ്പാണിയെങ്കിൽ പാമ്പിന്റെ ഉള്ളിൽ വിഷമുണ്ട്. ഉറപ്പായ കാര്യമല്ലേ? 5 മൂർഖം പാമ്പിൽ 4 മൂർഖം പാമ്പ് ഇവിടെ ആളുകളെ കടിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. അതിന്റെ വിഷം വമിച്ച് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. പലരും അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്.
4 മൂർഖം പാമ്പ് ആളുകളെ കടിച്ചിട്ടുള്ളൂ, 1 മൂർഖം പാമ്പ് ഇന്നേ അവരെ ആരെയും കടിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു നേരമെങ്കിലും തലയിലെണ്ണ വെച്ച് കുളിച്ചൊരു മലയാളിയും, ഒരു നേരമെങ്കിലും അരിയാഹാരം കടിച്ച് ഒരു മലയാളിയും പറയില്ല കടിക്കാത്ത പാമ്പിന് വിഷമില്ല എന്ന്. പാമ്പാണ് എങ്കിൽ പാമ്പിന്റെ ഉള്ളിൽ വിഷമുള്ളതുപോലെ മനുഷ്യനായി ജനിച്ച എല്ലാവരുടെയും ഉള്ളിൽ പാപമുണ്ട്. എന്റെ സഹോദരനെ, നിങ്ങൾ വാദത്തിന് പറയുകയാണ് നിങ്ങൾ കണ്ട പാമ്പിന് വിഷമില്ല എന്നാണെങ്കിൽ ഞങ്ങൾ വാദിക്കാനോ വർദ്ധിക്കാനോ ഇല്ല. വീട്ടിൽ പിടിച്ചു വളർത്തിട്ടോ കണ്ണാടിക്കൂട്ടിലിട്ടോ ഒരു വിരോധവുമില്ല. പാമ്പാണ് എങ്കിൽ പാമ്പിന്റെ ഉള്ളിൽ വിഷമുള്ളതുപോലെ മനുഷ്യനായി ജനിച്ച എല്ലാവരുടെയും ഉള്ളിൽ പാപം മറിഞ്ഞു കിടക്കുമ്പോ ഈ പാപത്തിനധീനമായ ശരീരത്തിൽ നിന്ന് ആർ വിടുവിക്കുമെന്ന് കാലം ഇത്രയേറെ പരിശ്രമിച്ചിട്ട് കിട്ടാതെ വന്നൊരു കാലമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം പാലസ്തീന്റെ മണ്ണിൽ തലികി തലോടുന്ന യോർദാൻ തീരത്തുന്നുകൊണ്ട് ലോകങ്ങൾ സ്ഥാപകം വിളിച്ചു പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമത്തുന്ന ദൈവത്തിന്റെ കുഞ്ഞാടുവെന്ന്. അരിമദാമിനെ ഈ കഥയിൽ ഞങ്ങൾ പ്രസംഗിക്കുമ്പോ അതെവിടെയും ഞങ്ങൾ ആവേശത്തോടെ പ്രസംഗിക്കുക മാത്രമാണ് രക്ഷകൻ. അങ്ങനെയെങ്കിൽ ഒറ്റവാക്കിൽ ഞാൻ ദിവസം ലഭിക്കാൻ പോകുകയാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇത്തരം സന്ദേശങ്ങളിൽ എന്തിനാണ് ഇവിടെ നടക്കുന്നത്? മദ്യത്തിനിടപെട്ടുകൊണ്ട് പലരും പകരപ്പെട്ടു പോകുമ്പോ, കോളേജ് കലാലയങ്ങൾ അത്രയ്ക്ക് പകരപ്പെട്ടു കിടക്കുമ്പോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കോളേജ് ക്യാമ്പസിൽ കേൾക്കുന്ന വിളിപ്പേരാണ് അളിയനല്ല വിളിപ്പേരാണ്. കൂടെ പഠിക്കുന്ന ഏത് സഹപാഠി അളിയനെ വിളിക്കുന്ന വിളിപ്പേര് കോളേജ് ക്യാമ്പസിൽ ഇങ്ങനെ വല്ലാതെ നിലയുറച്ചു നിൽക്കുകയാണ്. ഭാര്യയുടെ ആമലയായിട്ടോ പെങ്ങളുടെ ഭർത്താവായിട്ടോ അല്ല അളിയനെന്ന് വിളിക്കുന്നത്, കൂട്ടു സഹോദരി ബന്ധത്തിൽ പുറപ്പെട്ട ഒരു സന്ദേശമാണ് അളിയനെന്ന വിളി. പക്ഷേ ഈ അളിയൻ പലപ്പോഴും മറ്റേ അളിയനോട് പറഞ്ഞൊരു പഫടിക്കളിയെന്നാണ് ഒന്ന് വലിക്കുക. അതും വലിക്കാൻ അളിയന്മാരുടെ മാർഗം ഉപദേശിക്കുമ്പോൾ കോളേജ് കലാലയങ്ങൾ അങ്ങനെ അമ്പെ പരാജയപ്പെടുകയാണ്. മദ്യത്തിനടിമപ്പെട്ട് പലരും മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷെ നിങ്ങൾ ചോദിക്കും, ഇവിടുത്തെ രാഷ്ട്രീയ ഞങ്ങൾക്കൊരു പ്രബുദ്ധനായ ഒരു മനുഷ്യനൊരിക്കൽ പറഞ്ഞു, കഴിഞ്ഞിടയ്ക്കാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ കള്ള് ഷാപ്പുകൾ വർദ്ധിപ്പിക്കുമെന്ന്. അദ്ദേഹം പറയുകയാണ്, കള്ള് വിഷമല്ല, കള്ള് പോഷകാഹാരമാണെന്ന്. ഞാൻ പേര് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിട്ട് പറയാൻ അതുകൊണ്ട് പേരെടുക്കുന്നില്ല. അദ്ദേഹം പറയാണ് കള്ള് പോഷകാഹാരമാണെന്ന്. സഹോദര സുഹൃത്തെ, അങ്ങനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അംഗൻവാടികളിൽ കൊണ്ടുവിടാറുണ്ട്. അംഗൻവാടി ചെല്ലുമ്പോൾ വൈകിട്ട് 3 മണിക്ക് അവരെ പറഞ്ഞു വിടുമ്പോൾ അവർ പോഷകാഹാരമുള്ളവരായി തീരാൻ വേണ്ടി, അവർക്ക് വൈറ്റമിൻസ് ഉണ്ടാകാൻ വേണ്ടി പോഷകാഹാരം കൊടുക്കാറുണ്ട്. ഉപ്പുമാവും കൊടുക്കും, മുട്ട മുഴുകി കൊടുക്കും, അങ്ങനെ ചെറുപയറും കൊടുക്കാറുണ്ട്. ഞാൻ പറയുകയാണ്, നിങ്ങൾ പറയുന്നത് കണ്ണ് പോഷകാഹാരമല്ലേ? അമ്മമാരി നാളെ തൊട്ട് പോഷകാഹാരമായി കണ്ണിന് വിളമ്പി കൊടുക്കുക, കണ്ണെല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുക, കാണുന്നത് പോഷകാഹാരമല്ലേ? ഇങ്ങനെ വിദ്യുത്തം പറഞ്ഞുകൊണ്ട് ഇവിടെ പലരും നമ്മെ പരാജയപ്പെടുമ്പോൾ സോദരൻ നിന്നെ തകർക്കുകയാണ്. വിശുദ്ധ പറയുകയാണ്, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്നാണെങ്കിൽ നിനക്കൊരു സന്ദേശം പറയട്ടെ, നിങ്ങൾ നന്നാക്കുന്ന സ്നേഹത്തിന്റെ മാർഗമാണ്. എന്ന വാക്കുകൾ സ്മരിക്കുമ്പോൾ നമ്മളൊക്കെ സഹോദരങ്ങളാണ്, സ്നേഹിതരാണ്, സഹോദരി ബന്ധമുള്ളവരാണ്. എന്റെ സഹോദരങ്ങൾ, വേറെ ഒരു പണിയുമില്ലാണ്ടിട്ടല്ല ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നത്. ഇവിടെ കോൺസെൻട്രേഷൻ എടുക്കുന്നു, ഇവിടെ കൃഷിയല്ല ഞങ്ങളുടെ സഹോദരൻ, ഇവിടെ മുമ്പ് പാട്ടുപാടിയ പ്രിയ ബേബി അച്ഛൻ ഇവിടെ നിൽപ്പുണ്ട്, ഇന്ന് സ്ട്രോങ് സാറടക്കമുള്ളവർ നിൽപ്പുണ്ട്. വേറെ പണിയില്ലാഞ്ഞിട്ടല്ല, പിന്നെ അവയക്കാലത്തെ ഉത്തരമായത് സുവിശേഷം വിളംബരം ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മളൊക്കെ സഹോദരങ്ങളായതുകൊണ്ടാണ്. എന്റെ സഹോദരികളുടെ പഠിത്തവരെയാണ് പൗരസ്ത്രീയിലെ ഉജ്ജ്വലമായ പ്രകാശമാണ്. അതേപോലെയാണ് അതേയാണ് ആധുനികമായ വേദൻസിനാണ്. വേദൻസിനെ ആർക്കാണ് പുറത്താൻ കഴിയുന്നത്? സ്വാതന്ത്ര്യ സമാധാനങ്ങൾ വിശേഷിപ്പിക്കപ്പെട്ടതാണ്. ഭാഷകന്മാർക്ക് ജന്മം നൽകിയതാണ്. ആ നാട്ടിൽ നിന്നുകൊണ്ട് പണ്ഡിതവരെല്ലാം കോൺഗ്രസിനെ വിളിച്ചു പറയുകയാണ്, അവൻ ഒരിക്കലല്ലേ മനുഷ്യരാജ്യത്തിലല്ലേ ലോകത്തിലുള്ള 800 കോടി പരമ്പരകൾ അങ്ങനെ സന്ദേശം കെട്ടുകൊണ്ട് നിങ്ങളുടെ കാലുകളും വെച്ചിട്ടുണ്ടായിട്ട് നാളുകളിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന പ്രസംഗം ഇലക്ഷൻ പ്രകടനത്തിന്റെ ചൂടേറി നിൽക്കുകയാണ്. ഇന്ത്യ ആര് ഭരിക്കുമെന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ മുൻപിൽ നിൽക്കുമ്പോൾ ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് വിഷയമല്ല. രാജ്യത്തെ ഭരണ
യോജിപ്പിച്ചുകൊണ്ട് യേശുവിനെ ഭരിക്കട്ടെ, നിന്റെ കുടുംബം യേശു ഭരിക്കട്ടെ, നിന്റെ നാട് യേശു ഭരിക്കട്ടെ. ലോകം ആര് ഭരിച്ചാലും സമാധാനം ഉണ്ടാകുകയില്ല. എല്ലാ ഭരണകൂടങ്ങളും അമ്മയെ പരാജയപ്പെട്ടുകൊണ്ട് ഒരു ഭരണകൂടം ഇന്ന് വരെ ഒരു നൂറ്റാണ്ട് ഭരിച്ചിട്ടില്ല, ഒരു സഹസ്രാബ്ദം ഭരിച്ചിട്ടില്ല. എല്ലാ രാജ്യങ്ങളും അമ്മയെ തകരും. ഒരിക്കൽ നീതിയോട് രാജ്യം ഭരിക്കുക. ഞങ്ങളുടെ യേശു താമസത്തിന് വരുമ്പോ അവൻ പുനരാഗമിക്കുമ്പോൾ അവനോട് ഒരുമിച്ച് സമാഗമിക്കുക. നിങ്ങളെ ഞങ്ങൾ സാധനം ചെയ്യുകയാണ്. വാഗ്ദാനത്തിന്റെ അടിപ്പിട്ടുകൊണ്ട് ഈ സന്ദേശം നമ്മെ നന്നായിട്ട് ചേർക്കുന്നതാണ്. ശരിയ മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല, മരണത്തിനപ്പുറം മരണാനന്തരം ജീവിതമുണ്ട് കേട്ടോ. മരണാനന്തര ജീവിതം ഉറപ്പുവരുത്താൻ വിടുതൽ ലഭ്യമായിക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ആ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ബഹിഷ്കാരം കുറിക്കുന്നു. ഈ ദേശത്തെ സർവ ദേവൻ നന്നായി അനുഗ്രഹിക്കട്ടെ എന്ന വാക്കുകൾ ബഹിഷ്കരിക്കുന്നു. ദൈവം നിങ്ങൾ ധാരാളം താല്പര്യമില്ലാത്ത ശബ്ദം നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും സഭയെ ക്ഷണിച്ച് കേട്ട നിങ്ങളെയൊക്കെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വിടവായി. നാളെയും ഞങ്ങൾ ഇതുപോലെ ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങളിൽ പലരും ഞങ്ങളോടൊപ്പം അണിനിരത്തുകൊണ്ട് ശുഭപ്രതീക്ഷയാണ്. ഞങ്ങളുടെ വാക്കുകൾ കടുപ്പത്തിൽ സർവേശ്വരൻ ഈ ദേശത്തെ ധാരാളം അനുഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.